ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 4th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളത് നോക്കുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഒരു പാസേജ് നൽകിയിട്ടുണ്ട്. അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വായിച്ച് നോക്കാം. വൺസ് അപ്പോൺ എ ടൈം ദർ വർ 2 cats. ഇവിടത്ത് എന്താണ്? 2 പൂച്ചകളുണ്ടായിരുന്നു. ദർ വർ ഗുഡ് ഫ്രണ്ട്സ്. അവരെങ്ങനെയായിരുന്നു കൂട്ടുകാരെ? നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അല്ലേ. വൺ ഡേ ദേ ഗോട്ട് എ പീസ് ഓഫ് ബ്രെഡ് വൈൽ ഷെയറിങ്. ദേ മെയ്ഡ് ബിഗ് ആൻഡ് സ്മോൾ പീസസ്. സോ ദേ ബിഗാൻ ടു ഫൈറ്റ് ഫോർ ദ ബിഗ്ഗർ പീസ്. എന്താ ഉണ്ടായത്? വൺ ഡേ ദേ ഗോട്ട് എ പീസ് ഓഫ് ബ്രെഡ് വൈൽ ഷെയറിങ്. അവർക്ക് ഒരു കഷ്ണം എന്ത് കിട്ടി? ബ്രെഡ് കിട്ടിയല്ലേ. വൈൽ ഷെയറിങ് ദേ മെയ്ഡ് ബിഗ് ആൻഡ് സ്മോൾ പീസ്. ഷെയർ ചെയ്യുമ്പോൾ അവരെങ്ങനെയാണ് അത് ഷെയർ ചെയ്തത്? ബിഗും സ്മോളും, വലുതും ചെറുതുമായിട്ടാണല്ലേ. ഈക്വൽ ആയിട്ടല്ല അവർ ഷെയർ ചെയ്ത്, പക്ഷെ എങ്ങനെയാണ്? ബിഗും സ്മോളുമായിട്ടാണ്. സോ ദേ ബിഗാൻ ടു ഫൈറ്റ് ഫോർ ദ ബിഗ്ഗർ പീസ്. അതുകൊണ്ട് തന്നെ അവരെന്താണ്? ബിഗ്ഗർ പീസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാണ് അല്ലേ, തല്ലുകൂടുകയാണ്. എ മങ്കി സോ ദ ഫൈറ്റിംഗ്. അപ്പോൾ ഒരു കുരങ്ങൻ ഇത് കണ്ടു അല്ലേ, അവരുടെ ഫൈറ്റിംഗ് കണ്ടു. ഹി സാഡ് ഐ വിൽ ഷെയർ ഇറ്റ് ഈക്വലി. അപ്പം മങ്കി പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈക്വലായിട്ട് ഇത് ഷെയർ ചെയ്ത് തരാം. ഹി ബിറ്റ് ദ ബിഗ്ഗർ പീസ് ടു മേക്ക് ഇറ്റ് ഈക്വൽ. അപ്പോൾ അവരെന്ത് ചെയ്യാണ്? ബിഗ്ഗർ പീസിന് ഒരു ബിറ്റ് കടിക്കുകയാണ് അല്ലേ, ബിറ്റ് എടുക്കുകയാണ്, കഷ്ണം എടുത്തുകൊണ്ട് അത് ഈക്വൽ ആക്കുകയാണ്. ബട്ട് ദ ബിഗ്ഗർ പീസ് ബിക്കെയിം സ്മോളർ. അപ്പോൾ എന്തായി? ബിഗ്ഗർ പീസ് കുറച്ച് സ്മോളറായിപ്പോയി, ചെറുതായിപ്പോയി. ദെൻ ഹി ബിറ്റ് ഓൺ അതർ ബിഗ്ഗർ പീസ് ടു മേക്ക് ദം ഈക്വൽ. ബട്ട് ബൈ ബിറ്റ് ഹി ഏറ്റ് ദ വോൾ ബ്രെഡ് ആൻഡ് വെൻ എവേ ഹാപ്പിലി. അങ്ങനെ ഓരോന്നായി എന്ത് ചെയ്യാണ്? ഒന്ന് ചെറുതായി വലുതായി പറഞ്ഞ് കടിച്ച് ലാസ്റ്റ് എന്ത് ചെയ്യാണ്? ബ്രെഡ് ഫുള്ള് തീർന്നു പോയി അല്ലേ. അപ്പോൾ അവനെന്താണ്? യെസ്, ഹോൾ ബ്രെഡ് ആൻഡ് വെൻ എവേ ഹാപ്പിലി. മങ്കി അങ്ങനെ സന്തോഷത്തോടു കൂടി പോയി. ദ പുവർ കാറ്റ്സ് ലോസ് ദെയർ ബ്രെഡ്. അങ്ങനെ പൂച്ചകൾക്ക് എന്ത് നഷ്ടപ്പെട്ടു? അവരുടെ ബ്രെഡ് നഷ്ടപ്പെട്ടു. ഇനി ഈ കഥയിൽ നിന്ന് എന്താ കൂട്ടുകാരെ നമുക്ക് മനസ്സിലായാൻ സാധിച്ചത്? വി മസ്റ്റ് ലേൺ ടു ഷെയർ വാട്ട് വി ഹാവ്. ഓക്കെ, ഇനി ഒന്നാമത്തെ ചോദ്യം നോക്കാം. വോ വർ ദ 2 ഫ്രണ്ട്സ് ഇൻ ദ സ്റ്റോറി. സ്റ്റോറിയിലെ 2 ഫ്രണ്ട്സ് ആരൊക്കെയായിരുന്നു? അതെ, 2 ക്യാറ്റ്സ് ആണല്ലേ, 2 ക്യാറ്റ്സ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഫുഡ് ദേ ഗോട്ട് വൺ ഡേ. ഒരു ദിവസം അവർക്ക് എന്താണ് ഫുഡായിട്ട് കിട്ടിയിട്ടുള്ളത്? എ മാംഗോ ഉണ്ട്, എ ഫിഷ് ഉണ്ട്, എ പീസ് ഓഫ് ചപ്പാത്തി, എ പീസ് ഓഫ് ബ്രെഡ്. ഇതിലേതാ റൈറ്റ് ആൻസർ കൂട്ടുകാരെ? ഓപ്ഷൻ ഡി ആണല്ലേ, എ പീസ് ഓഫ് ബ്രെഡ്. ഒരു കഷ്ണം ബ്രെഡ് ആണല്ലേ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ചോദ്യം നോക്കാം. എ വേർഡ് ആൻഡ് ഇറ്റ്സ് ഓപ്പോസിറ്റ് ആർ ഗിവൺ ഇൻ ദ സ്റ്റോറി. ദേ ആർ. ഒരു വേർഡും അതിൻ്റെ ഓപ്പോസിറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. അത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കൂ. ടോൾ ആൻഡ് ഷോർട്ട്, ലാർജ് ആൻഡ് സ്മോൾ, ബിഗ് ആൻഡ് സ്മോൾ, സാഡ്ലി ആൻഡ് ഹാപ്പിലി. ഇതിലേതാണ്? ബിഗ് ആൻഡ് സ്മോൾ അല്ലേ. ഈ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുള്ളത് ഏതാണ് ഓപ്പോസിറ്റ്? A word and its opposite are given in the story. They are. അതേതാണ്? ബിഗ് ആൻഡ് സ്മോൾ ആണല്ലേ. ഈ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുള്ള ഓപ്പോസിറ്റ് വേർഡ്സ് ഏതൊക്കെയാണ്? ബിഗ് ആൻഡ് സ്മോൾ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ കെയിം ടു ഹെൽപ്പ് ദ ക്യാറ്റ്സ്. ആരാണ് ക്യാറ്റ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നത്? എ ഡോഗ്, എ ഫോക്സ്, എ മങ്കി, എ ക്രോ. ഇതിലാരാ കൂട്ടുകാരെ? ആരായിരുന്നു? ഒരു മങ്കി അല്ലേ. അപ്പം ആൻസർ എന്താണ്? എ മങ്കി. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. മോറൽ ഓഫ് ദ സ്റ്റോറി ഈസ് ദാറ്റ് വി മസ്റ്റ് ലേൺ ടു. എന്തിനാണ് നമ്മൾ പഠിക്കേണ്ടത്? ഷെയർ ചെയ്യാനല്ലേ. എന്ത് കാര്യം കിട്ടിയാലും എന്ത് സാധനങ്ങൾ കിട്ടിയാലും നമ്മൾ എന്ത് ചെയ്യണം? അത് ഷെയർ ചെയ്യാൻ പഠിക്കണം എന്നുള്ളതാണല്ലേ ഈ സ്റ്റോറിയുടെ മോറൽ എന്ന് പറയുന്നത്, ഗുണപാഠം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? ഷെയർ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 2, റീഡിംഗ് കോംപ്രിഹെൻഷൻ. റീഡ് ദ ഗിവൻ പാസേജ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. നമുക്കൊരു പാസേജ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ പാസേജ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് നോക്കാം. On a vast sandy land there was a warm, peaceful village. The villagers were simple and kind-hearted. എങ്ങനെയുള്ള ഗ്രാമവാസികളായിരുന്നു ഇവര്? സിമ്പിൾ ആൻഡ് കൈൻഡ് ഹാർട്ടഡ്. അല്ലെ, were simple and kind-hearted. They had never met any outsiders. അവരെന്താണ് ഇതുവരെ ആരും ഔട്ട്സൈഡേഴ്സിനെ ഇതുവരെ കണ്ടിട്ടില്ല. They enjoyed the calm and quiet life of their village. അവരവരുടെ ഗ്രാമത്തിലെ ആ ശാന്തവും
ശാന്തപൂർണമായ ആ ലൈഫ് എന്ത് ചെയ്യായിരുന്നു, എൻജോയ് ചെയ്യായിരുന്നു അല്ലേ. വൺ ബ്രൈറ്റ് മോർണിംഗ്, ഒരു ബ്രൈറ്റ് മോർണിംഗ് ദ സൺ സ്പ്രിങ്കിൾഡ് ഇറ്റ്സ് ഗ്ലോയിങ് ഗോൾഡൻ ലൈറ്റ് അക്രോസ് ദ വൈഡ് ആൻഡ് ക്ലിയർ സ്കൈ. ദി വില്ലേജസ് ഗാതേർഡ് ഇൻ ദെയർ യൂഷ്വൽ സ്പോട്സ്. വില്ലേജസ് എന്താണ്, അവരുടെ യൂഷ്വൽ സ്പോട്ടിൽ ഒത്തുകൂടാണ്. സം റെസ്റ്റഡ് അണ്ടർ ദ ഷെയ്ഡ് ഓഫ് ഓൾ ട്രീസ്, സം പീപ്പിൾ സാറ്റ് അക്രോസ് ലെഗ്ഡ് ഓൺ ദ സോഫ്റ്റ് സ്റ്റാൻഡ്. അപ്പോൾ കുറച്ച് പേര് എന്ത് ചെയ്യാണ്, മരത്തിൻ്റെ അടിയിൽ ഷെയ്ഡിലായിട്ട് നിഴലിലായിട്ട് നിൽക്കുകയാണ്, റെസ്റ്റ് ചെയ്യാണ്. സം പീപ്പിൾ സാറ്റ് അക്രോസ് ലെഗ്ഡ് ഓൺ ദ സോഫ്റ്റ് സാൻഡ്. സോഫ്റ്റ് സാൻഡിൽ മണലിൽ ആരിയ്ക്കുന്നുണ്ട്, കുറച്ച് ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട് അല്ലേ. എ ഫ്യൂ ചിൽഡ്രൻ ലേ ഓൺ ദ ഗ്രൗണ്ട്. കുറച്ച് കുട്ടികൾ ഗ്രൗണ്ടിൽ കിടക്കുന്നുണ്ട്. ദെൻ സ്കെച്ചിങ് പാറ്റേൺസ് ഇൻ ദ സ്റ്റാൻഡ് വിത്ത് സ്റ്റിക്സ്. ഓക്കെ, നമുക്ക് നൽകിയിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ കൂട്ടുകാരെ, വാട്ട് ടൈപ്പ് ഓഫ് വില്ലേജ് വാസ് ഇറ്റ്. ഇത് എങ്ങനെയുള്ളൊരു ഗ്രാമമായിരുന്നു. എങ്ങനെയുള്ള ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ പറയുന്നുണ്ടല്ലേ. നോക്കൂ, ഓൺ എ വേസ്റ്റ് ആൻഡ് സാൻഡി ലാൻഡ് ദെയർ വാസ് എ വാം ആൻഡ് പീസ്ഫുൾ വില്ലേജ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുള്ള ഗ്രാമമായിരുന്നു, യെസ്, വാം ആൻഡ് പീസ്ഫുൾ, വാം ആൻഡ് പീസ്ഫുൾ. Okay, the next question, find out the word from the passage which means moderately heat. Moderately heat എന്ന മീനിങ് വരുന്ന വാക്ക് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്, വാം ആണല്ലേ. ആൻസർ എന്താണ്, വാം. Okay, the next question, which describing words are used in the story speak about the villages. Describing words, അതായത് ഇവിടുത്തെ വില്ലേജസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി സ്റ്റോറിയിൽ ഉപയോഗിച്ചിട്ടുള്ള ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഏതൊക്കെയാണ്, യെസ്, സിമ്പിൾ ആൻഡ് കൈൻഡ് ഹാർട്ടഡ് ആണല്ലേ. ഇതിലേതാണ്, കാം ആൻഡ് ക്വയറ്റ് ഉണ്ട്, സിമ്പിൾ ആൻഡ് കൈൻഡ് ഹാർട്ടഡ്, വാം ആൻഡ് പീസ്ഫുൾ, വൈഡ് ആൻഡ് ക്ലിയർ ഉണ്ട്. അപ്പോൾ ഇതിലേതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്, യെസ്, സിമ്പിൾ ആൻഡ് കൈൻഡ് ഹാർട്ടഡ്. Okay, the next question നോക്കാം. Where was the village situated? എവിടെയാണ് വില്ലേജ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? നിയർ ദ സീഷോർ, ഓൺ എ മെഡോ, ഓൺ എ വാസ്റ്റ് സാൻഡി ലാൻഡ്, അണ്ടർ ദ ഷെയ്ഡ് ഓഫ് എ ട്രീ. എവിടെയാണ് കൂട്ടുകാരെ, ഓൺ എ വാസ്റ്റ് സാൻഡി ലാൻഡിലാണ് അല്ലേ. ഓക്കെ, ആൻസർ എന്താണ്, ഓൺ എ വാസ്റ്റ് സാൻഡി ലാൻഡ്. Then next question നോക്കാം. How is the light of the sun described? സൂര്യൻ്റെ പ്രകാശത്തെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ഈ സ്റ്റോറിയിൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ്, വാം ആൻഡ് പീസ്ഫുൾ, ഗ്ലോയിങ് ഗോൾഡൻ, വൈഡ് ആൻഡ് ക്ലിയർ, കാം ആൻഡ് ക്വയറ്റ്. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷനാണ് ശരി, യെസ്, ഗ്ലോയിങ് ഗോൾഡൻ എന്നാണ് അല്ലേ. ആൻസർ എന്താണ്, ഓപ്ഷൻ ബി, ഗ്ലോയിങ് ഗോൾഡൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ നമുക്ക്. ഇനി നമുക്ക് റിഡിൽസ് ആണല്ലേ നോക്കാനുള്ളത്. ഓക്കെ, നമുക്ക് വായിച്ച് നോക്കാം. ഫസ്റ്റ് വൺ നോക്കാം. മൈ മദർ വാസ് ലൈയിങ് സ്റ്റിൽ ഓൺ ദ ഫ്ലോർ. I am the elder child of the house. I called helpline number 101. Who am I? എൻ്റെ അമ്മ എന്താണ്, നിലത്ത് കിടക്കുകയായിരുന്നു. ഐ ആം ദ എൽഡർ ചൈൽഡ് ഓഫ് ദ ഹൗസ്. ഞാനാണ് വീട്ടിലെ എൽഡർ ചൈൽഡ്. ഐ കോൾഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 101. ഞാൻ ഹെൽപ്പ് ലൈൻ നമ്പറായ 101 വിളിച്ചു. ഹൂ ആം ഐ, ആരാണ് ഞാൻ എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ആരാണ് കൂട്ടുകാരെ, നമുക്കറിയാം ആരാണ്, നമ്മുടെ ദിൽനയാണല്ലേ. ആരാണ്, ദിൽന. Then I heard the cries of people inside of the walls. Why are they hiding and crying? I thought I wanted to help them. Who am I? ആരാണ്, സ്ട്രേഞ്ചർ ആണല്ലേ. ആൻസർ എന്താണ്, ദ സ്ട്രേഞ്ചർ. Then I have shape of your hair bow. ഞാൻ നിങ്ങളുടെ ഹെയർ ബോ പോലെയാണല്ലേ. You can see me in the sky. നിങ്ങൾക്ക് എന്നെ ആകാശത്ത് കാണാൻ കഴിയും. I have seen 7 colors. എനിക്ക് 7 നിറങ്ങളുണ്ട്. Who am I? മനസ്സിലായല്ലോ ആരാണ്, റെയിൻബോ. Okay, the next നോക്കൂ. I am in uniform at duty. I reach the accident spots at once. എങ്ങനെയാണ്, ഞാൻ ഡ്യൂട്ടിയിലാകുമ്പോൾ യൂണിഫോം ഒക്കെ ആണല്ലേ. I reach accident spots at once. You can call me in helpline number 101. Who am I? നിങ്ങൾക്ക് ഹെൽപ്പ് ലൈൻ നമ്പറായ 101 എന്നെ വിളിക്കാം. Who am I? ആരാ കൂട്ടുകാരെ, ഫയർമാൻ ആണല്ലേ. ആരാണ്, ഫയർമാൻ. Then I fly high in the air. You control me with a string. എനിക്ക് എന്താണ്, ഉയരത്തിൽ പറക്കാൻ കഴിയും. യു കൺട്രോൾ മീ വിത്ത് എ സ്ട്രിങ്. നിങ്ങൾക്ക് എന്നെ ഒരു സ്ട്രിങ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഐ ആം ഇൻ ഡിഫറെൻറ്റ് ഷേപ്സ് ആൻഡ് കളേഴ്സ്. ഞാൻ ഡിഫറെൻറ്റ് ഷേപ്സിലും കളേഴ്സിലുമാണ്. ഹൂ ആം ഐ, ആരാണ് ഞാൻ എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ആരാണ് കൂട്ടുകാരെ, ഇത് കൈറ്റ് ആണല്ലേ. ആൻസർ എന്താണ്, കൈറ്റ്. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 4 എന്ന് പറയുന്നത് പോസ്റ്ററാണ്.
നമുക്ക് നോക്കാം. എ സ്കൂൾ ഈസ് കണ്ടക്ടിങ് കൈറ്റ് ഫ്ലൈയിങ് കോമ്പറ്റീഷൻ ടു കൺവേ ദ മെസ്സേജ് ഈസ് യൂണിറ്റി ഈസ് സ്ട്രെങ്ത്. പ്രിപ്പയർ എ പോസ്റ്റർ ഓഫ് ദ പ്രോഗ്രാം. എന്താണ് നിങ്ങളുടെ സ്കൂള് എന്ത് കണ്ടക്ട് ചെയ്യാണ്? യെസ്, കൈറ്റ് ഫ്ലൈയിങ് കോമ്പറ്റീഷനല്ലേ. എന്തായിരുന്നു മെസ്സേജ്? കൺവേ ചെയ്യുന്ന മെസ്സേജ് എന്ന് പറയുന്നത് യൂണിറ്റി ഈസ് സ്ട്രെങ്ത് എന്നുള്ളതാണ്. അപ്പോൾ പ്രിപ്പയർ എ പോസ്റ്റർ ഓഫ് ദ പ്രോഗ്രാം. ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പട്ടം പറക്കുന്ന കുട്ടിയുടെ ഒരു പിക്ചറൊക്കെ ഇവിടെ വരയ്ക്കാവുന്നതാണ്. എന്നിട്ട് എഴുതാം, കിഡ്സ് പാർക്ക് LP സ്കൂൾ കൈറ്റ് ഫ്ലൈയിങ് കോമ്പറ്റീഷൻ August 15, 2025. ഷെയർ ദ മെസ്സേജ് യൂണിറ്റി ഈസ് സ്ട്രെങ്ത്. ഇങ്ങനെയൊക്കെ എഴുതി ഭംഗിയായി ചിത്രമൊക്കെ വരച്ച് ഒരു ബോക്സിലൊക്കെ ആക്കി നിങ്ങൾക്ക് മനോഹരമായൊരു പോസ്റ്റർ തയ്യാറാക്കാവുന്നതാണ്. ദെൻ ആക്ടിവിറ്റി 5 എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷനാണ്. ലുക്ക് അറ്റ് ദ പിക്ചർ, വാട്ട് ഡു യു സീ, ഡിസ്ക്രൈബ് ഇറ്റ്. നിങ്ങൾക്ക് ചിത്രത്തിൽ എന്താണ് കാണാൻ സാധിക്കുന്നത് അത് ഡിസ്ക്രൈബ് ചെയ്യാനാണ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. ദിസ് ഈസ് എ വാസ്റ്റ് ഏരിയ ഓഫ് സാൻഡ്. പീപ്പിൾ ആർ റെസ്റ്റിംഗ്, റിലാക്സിംഗ് ഓഫ് ദ സോഫ്റ്റ് സാൻഡ് അല്ലേ. എ ഗേൾ ഈസ് റെസ്റ്റിംഗ് അണ്ടർ ദ ഷെയ്ഡ് ഓഫ് എ ട്രീ. ദെൻ എ ബോയ് ഈസ് സിറ്റിംഗ് ലേണിംഗ് ടു എ റോക്ക്. സം ആർ സിറ്റിംഗ് ക്രോസ് ലെഗ്ഡ് ഓൺ ദ ഗ്രൗണ്ട്. ഫ്യൂ അതേഴ്സ് ആർ ലേയിങ് ഓൺ ദ സാൻഡ്. എ സ്മോൾ ചൈൽഡ് ഈസ് ആൾസോ സിറ്റിംഗ് ദർ. അനദർ ബോയ് ഈസ് ഡ്രോയിങ് പാറ്റേൺസ് ഓൺ ദ സാൻഡ്. അപ്പോൾ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ എഴുതുക. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 6 എന്ന് പറയുന്നത് തോട്ട്സ് ആണ് അല്ലേ. എ സ്ട്രേഞ്ചർ കെയിം ടു ദ വില്ലേജ്. ഒരു സ്ട്രേഞ്ചർ എന്താണ് വില്ലേജിലേക്ക് വന്നു. ഹി ഹേർഡ് ദ ക്രൈസ് ഓഫ് ദ പീപ്പിൾ ഫ്രം ഇൻസൈഡ് ദ വാൾസ്. പീപ്പിളിൻ്റെ കരച്ചിൽ കേൾക്കുകയാണ് അല്ലേ ചുവരുകൾക്കുള്ളിൽ നിന്ന്. വാട്ട് ആർ ദേ ഹൈഡിങ് ആൻഡ് ക്രൈയിങ്? ഹി തോട്ട്. റൈറ്റ് ദ തോട്ട്സ് ഓഫ് ദ സ്ട്രേഞ്ചർ. അപ്പോൾ ആ സ്ട്രേഞ്ചറിൻ്റെ തോട്ട്സ് ആണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ, നമുക്കൊരു മാതൃക നോക്കാം. ദിസ് പ്ലേസ് ലുക്സ് വെരി സ്ട്രേഞ്ച്. ഈ സ്ഥലം വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നു. ദർ ആർ വാൾസ് ഇൻ ദ ഡിഫറെൻറ്റ് കോർണേഴ്സ് ഓഫ് ദ വില്ലേജ്. വൈ ഡിഡ് ദേ മേക്ക് വാൾസ്? എന്തിനാണ് ഇവർ ഇങ്ങനെ ചുമരുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്? വൈ ആർ ദേ ഹൈഡിങ് ആൻഡ് ക്രൈയിങ്? അവർ എന്തിനാണ് ഒളിക്കുകയും കരയുകയൊക്കെ ചെയ്യുന്നത്? ഓ, ദ ഫസ്റ്റ് ഗ്രൂപ്പ് ഹാസ് നോ ഫുഡ്. ഫസ്റ്റ് ഗ്രൂപ്പിന് എന്തില്ല? ഭക്ഷണമില്ല. ആൻഡ് ദ സെക്കൻഡ് ഹാസ് നോ വാട്ടർ. സെക്കൻഡ് ഗ്രൂപ്പിന് എന്തില്ല? വാട്ടർ ഇല്ല. ആൻഡ് ദ തേർഡ് ഹാസ് നോ ഷെൽട്ടർ. ആൻഡ് ദ ലാസ്റ്റ് ഗ്രൂപ്പ് ഹാസ് നോ ഫയർവുഡ്. തേർഡ് ഗ്രൂപ്പിന് ഷെൽട്ടറും ഇല്ല, ലാസ്റ്റ് ഗ്രൂപ്പിന് എന്താണ്? ഫയർവുഡും ഇല്ല അല്ലേ. ഹൗ വിൽ ദേ സർവൈവ്? അവർ എങ്ങനെ തരണം ചെയ്യും? ദേ മസ്റ്റ് ഷെയർ ദെയർ തിങ്സ് ഈച്ച് അതർ, അതർവൈസ് ദേ വിൽ ഡൈ. അവരവരുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? മരിക്കും. ഐ ഷാൽ ടോക്ക് ടു ദം. ഞാൻ അവരോട് സംസാരിക്കും എന്തായാലും. അപ്പോൾ ഇതൊക്കെയായിരിക്കും അദ്ദേഹത്തിൻ്റെ തോട്ട്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സ്ട്രേഞ്ചറിൻ്റെ തോട്ട്സ് ഇതൊക്കെയാവാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടേതായ ഇമാജിനേഷൻ അനുസരിച്ച് തോട്ട്സ് എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.